കോട്ടയത്തെ കാര്യങ്ങൾ അത്ര പന്തിയല്ല യു ഡി എഫിന്. സജി മഞ്ഞക്കടമ്പിലിന്റെ രാജിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോട്ടയത്ത് യു ഡി എഫിന്റെ അടിയന്തര യോഗം ചേരുകയാണ്. DCC ഓഫീസിലാണ് യോഗം. UDF ജില്ലാ ചെയർമാനായി EJ അഗസ്തി ചുമതലയേറ്റു. റോഷിപാലുണ്ട് വിവരങ്ങളുമായി. റോഷിപാൽ, സജി മഞ്ഞക്കടമ്പിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ജോസ് കെ മാണി അദ്ദേഹത്തെ തള്ളിയതുമില്ല. സജി മഞ്ഞക്കടമ്പിലിന് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പുതിയ UDF ചെയർമാനെ തീരുമാനിക്കുന്നു. UDF യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സജിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു നിലപാടാണോ UDF സ്വീകരിക്കുന്നത്, അതോ ഒരു അനുനയ നീക്കം ഇപ്പോഴും നടക്കുന്നുണ്ടോ? വിനീത, ഇന്നലെ രാജിവെച്ചതിന് പിന്നാലെ തന്നെ സജി മഞ്ഞക്കടമ്പലിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പല നേതാക്കളും സജീവമായി സംസാരിച്ചെങ്കിലും വഴങ്ങാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളടക്കം സജി മഞ്ഞക്കടമ്പിലുമായി സംസാരിച്ചു. പക്ഷേ അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ പരിമിതികളുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ചില തർക്കങ്ങളാണ് ഇത്തരത്തിലൊരു രാജിക്ക് കാരണം. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് മാത്രമേ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. പക്ഷേ ഇപ്പോഴും ഒരു അനുനയത്തിനുള്ള ഒരു സാധ്യത സജി മഞ്ഞക്കടമ്പിൽ തള്ളിക്കളയുന്നില്ല. മോൻസ് ജോസഫിനെതിരെ ഉയർത്തിയ പരാതി, ആ പരാതികൾക്ക് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് പാർട്ടിയിൽ സജീവമാകും, അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി രംഗത്തുണ്ടാകുമെന്ന സൂചന സജി മഞ്ഞക്കടമ്പിലിൻ്റെ വാക്കുകളിലുണ്ട്. ഏതായാലും മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തൽക്കാലം അഭയം തേടുന്നില്ല. തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പ്രചരണം നടത്താൻ താൻ തയ്യാറാകുന്നില്ല എന്നാണ് സജി മഞ്ഞക്കടമ്പിൽ ഇന്ന് രാവിലെയും പറഞ്ഞത്. പക്ഷേ LDF നേതൃത്വം അടക്കം നിരന്തരം സജി മഞ്ഞക്കടമ്പിലിനെ LDF പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് അടിയന്തര UDF യോഗം ഇപ്പോൾ കോട്ടയം DCC ഓഫീസിൽ ചേർന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, DCC അധ്യക്ഷനുണ്ട്. ഒപ്പം UDFിൻ്റെ ചെയർമാൻ പദവി ഒഴിഞ്ഞതുകൊണ്ട് തന്നെ ഒഴിഞ്ഞുകിടന്ന പദവിയിലേക്ക് EJ അഗസ്റ്റിയെ നിയമിച്ചു. അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് ഇപ്പോൾ യോഗം പുരോഗമിക്കുന്നത്. ഏതായാലും സജി മഞ്ഞക്കടമ്പിലിൻ്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിയതിൻ്റെ ഒരു സാഹചര്യം ഉൾപ്പെടെ കേരള കോൺഗ്രസ് ജോസഫ് പ്രതിനിധികൾ ഇവിടെ യോഗത്തിൽ വിശദീകരിക്കും. ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകണം, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് തിരുവഞ്ചൂർ അല്പം മുമ്പ് പറഞ്ഞത്. ആ തരത്തിലുള്ള ഒരു ആലോചനയും കൂടുതൽ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങളാകും ഇന്നത്തെ UDF യോഗത്തിൽ ഉണ്ടാവുക. ശരി, തെരഞ്ഞെടുപ്പിനിടെ ഒരു പ്രധാന നേതാവ് പോയത്, ഏതായാലും രാജിവെച്ചത് വലിയ ചർച്ചയായിരിക്കുകയാണ്. UDF പെട്ടെന്ന് തന്നെ തുടർ നടപടികളിലേക്ക്